നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. അവരെ എനിക്ക് 33 വർഷമായി അറിയാം. അവർ എൻ്റെ സഹോദരിയാണ്. അവർ എൻ്റെ അമ്മയാണ്. എന്നെ സംബന്ധിച്ച് അവരെല്ലാമാണ്. ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെ. ഇത് പ്രശസ്ത സിനിമാ താരം മോഹൻലാൽ സുകുമാരിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ മോഹൻലാൽ പറഞ്ഞ അതേ കാഴ്ചപ്പാട് തന്നെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ആളുകൾക്കും അവരെക്കുറിച്ച് പറയുവാനുള്ളത്. മലയാളത്തിൽ മാത്രം നിറഞ്ഞു നിന്ന ഒരു പ്രതിഭയല്ല അവർ. അവർ സർവഭാഷകളിലും വിരാജിച്ചിരുന്നു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അവർ അഭിനയിച്ച് തിമിർത്താടുകയുണ്ടായി. അതായിരുന്നു സുകുമാരി. കലയ്ക്ക് സൗകുമാര്യം വെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അവരുടേത്. അവർ കേവലം നടി മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ താരം മാത്രമായിരുന്നില്ല. സർവകലകളിലും അവർ അഗ്രഗണ്യയായിരുന്നു എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും കല തൻ്റെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുകയും താൻ വെറുതെ ഇരിക്കുന്ന ഓരോ നിമിഷവും സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു 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 നാശമാണെന്ന് കണക്കായിക്കൊണ്ട്, ആ സമയനഷ്ടം ഒരു നാശമാണെന്ന് കണക്കായിക്കൊണ്ട് മുഴുവൻ സമയവും കലാപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അവരുടേത്. അപ്രകാരം ചിന്തിക്കുവാൻ പലർക്കും കഴിയുകയുണ്ടായില്ല. അത് സുകുമാരിക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും മലയാളം, തമിഴ് എന്നീ ഭാഷകളിലാണ് അവർ അഭിനയിക്കുകയുണ്ടായത്. തെലുങ്കിലും ഒരു കാലത്ത് വലിയ രീതിയിൽ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ തെന്നിന്ത്യൻ ചലച്ചിത്ര നടി എന്ന് പറയുമ്പോഴാണ് അവർ സമ്പൂർണയാവുക. ചലച്ചിത്ര രംഗത്ത് പറയുകയാണെങ്കിൽ 60 വർഷത്തിലേറെ അഭിനയിച്ച അപൂർവ പ്രതിഭകളിൽ ഒരാളായിരുന്നു അവർ. 60 വർഷത്തിലധികം ചലച്ചിത്ര രംഗത്ത് ചിലവിട്ട ആളുകളുണ്ട്. പക്ഷേ ഇത്രയേറെ ചലച്ചിത്രങ്ങളിൽ മറ്റു പല മേഖലകളിലുമൊക്കെ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വം ഉണ്ടോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 10ാമത്തെ വയസ്സ് മുതൽ സുകുമാരി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. കേവലം സിനിമയിൽ മാത്രമല്ല, ടെലിവിഷൻ രംഗത്തും അതുപോലെ തന്നെ നാടകങ്ങളിലുമൊക്കെ അവർ തിമിർത്താടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ചെയ്ത കലാപരമായ പ്രവർത്തനങ്ങൾ എത്രയേറെയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. 2500-ലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു കണക്ക്. അതിൻ്റെ കണക്ക് അവർ വയ്ക്കാറില്ല. അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് അവർ ചോദിക്കാറുള്ളത്. അത് പറയുന്നത് തന്നെ ശരിയല്ല എന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അഭിനയിച്ച ചിത്രങ്ങളുടെ കൃത്യമായ ഒരു കണക്ക് നമുക്ക് കണക്കൂട്ടിയെടുക്കുക എളുപ്പമല്ല. പക്ഷേ അവർ അഭിനയിച്ച ചിത്രങ്ങൾ 2500-ലധികം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ രംഗത്തുള്ളവരൊക്കെ തന്നെ അത് തലകുലുക്കി സമ്മതിക്കുന്ന ഒരു സംഗതിയാണ്. 1940 ഒക്ടോബർ 6-നായിരുന്നു അവരുടെ ജന്മം. തമിഴ്നാട് സംസ്ഥാനത്തിലെ നാഗർകോവിൽ എന്ന സ്ഥലത്ത് മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായാണ് സുകുമാരി ജനിക്കുകയുണ്ടായത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമായൊരു വിദ്യാഭ്യാസം നേടുവാൻ അവർ കഴിയുകയുണ്ടായില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ശ്രമിച്ചു എന്ന് മാത്രം. പിന്നീട് സമ്പൂർണ്ണമായി കലാരംഗത്തേക്ക് അവർ മാറുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. തിരുവിതാംകൂർ സഹോദരിമാരാണ് യഥാർത്ഥത്തിൽ സുകുമാരിയാക്കിയത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ലളിത, പത്മിനി, രാഗിണിമാരുടെ അടുത്ത ബന്ധുവായിരുന്നു അവർ. ചെറുപ്പത്തിലെ സുകുമാരി ഭരതനാട്യവും കഥകളിയും കേരള നടനവും അഭ്യസിക്കുകയുണ്ടായി. അഭ്യസിക്കുക മാത്രമല്ല, അതിലൊരു വളരെ മികവേറിയ താരമായി അവർ മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവർ സംഗീത രംഗത്തും അവർ ശക്തമായ രീതിയിലുള്ള മുദ്ര പതിപ്പിക്കുകയുണ്ടായി. വീണയും മൃദംഗവും അവർ അതിമനോഹരമായി തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം അഭ്യസിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ തികഞ്ഞ കലാകാരിയായി മാറുവാൻ അവർക്ക് കഴിയുകയുണ്ടായത്.
ആദ്യം അവർ നൃത്തം പഠിക്കുകയുണ്ടായത് ഗുരു ഗോപിനാഥിൻ്റെ കീഴിൽ നിന്നായിരുന്നു. സംഗീതവും അവർ നല്ല രീതിയിൽ അഭ്യസിക്കുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മേഖലകളിലൊക്കെ തന്നെ ചെറുപ്പത്തിൽ തന്നെ ബാല്യത്തിൽ തന്നെ അവർക്ക് പ്രാവീണ്യം നേടാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ സംഗതിയായിരുന്നു. ഭാവിയിൽ ചലച്ചിത്ര രംഗത്തും നാടക രംഗത്തും ഒക്കെ തന്നെ ഇത് സജീവമായി നിലനിർത്തുവാൻ അവർ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ്. 7-ാം വയസ്സ് മുതൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ ഡാൻസേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ട്രൂപ്പിൻ്റെ ഭാഗമായി തന്നെ അവർ ലോകം ചുറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ശ്രീലങ്കയിലും മലേഷ്യയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ തന്നെ അവർ സജീവമായി തന്നെ അവർ നിറഞ്ഞാടിയ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒട്ടേറെ നൃത്തപരിപാടികൾ അവർ അവതരിപ്പിക്കുകയുണ്ടായി. പിന്നീട് നടിമാരായ രാജസുലോചനയുടെയും കുശല കുമാരിയുടെയും ട്രൂപ്പുകളിലും അവർ അംഗമാകുകയുണ്ടായി. വ്യത്യസ്ത ട്രൂപ്പുകളിലൂടെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയും തൻ്റെ കലാവാസന സഹൃദയരുടെ മുമ്പിൽ പങ്കുവെക്കുകയും അവിടെ നിന്നൊക്കെ തന്നെ വലിയ സ്നേഹ ബഹുമാനങ്ങൾ നേടിയെടുക്കുവാനും അവർ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ്. നൃത്തവേദിയിലെ പ്രകടനം കണ്ടാണ് സംവിധായകൻ പി നീലകണ്ഠൻ ഒരു ഇരവ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അവരെ അഭിനയിപ്പിക്കുകയുണ്ടായത്. അവർ നായികയൊന്നും ആയിരുന്നില്ല, പക്ഷെ നൃത്തത്തിന് പ്രാധാന്യമുള്ള ഒരു വേഷമായിരുന്നു അവരുടേത്. നീണ്ട നൃത്തരംഗത്താണ് അവർ അഭിനയിക്കുകയുണ്ടായത്. അവർ അതിൽ മികച്ച പ്രകടനം ആ ചലച്ചിത്രത്തിൽ കാഴ്ചവെക്കുകയുണ്ടായി. പിന്നീടുള്ള പ്രയാണം അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതിനുശേഷം അവർ നാടകങ്ങളിലും അവർ സജീവമായി തന്നെ തിളങ്ങുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. GY പാർത്ഥിവനാഥിൻ്റെ പാർത്ഥസാരഥിയുടെ നാടകങ്ങളിൽ രാഗിണിയോടൊപ്പം തന്നെ ചെറിയ വേഷങ്ങളൊക്കെ തന്നെ അവർ അഭിനയിച്ച് വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കുകയുണ്ടായി. പിന്നീട് ചോ രാമസ്വാമിയുടെ നാടകങ്ങളിലേക്ക് സുകുമാരിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ചെറുപ്പത്തിൽ തന്നെ മുതിർന്ന കഥാപാത്രങ്ങളെയൊക്കെ അവർ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കുകയുണ്ടായി. അത് ആ അവതരിപ്പിച്ചതൊക്കെ തന്നെ പിന്നീട് സിനിമയിലേക്ക് ചലച്ചിത്ര രംഗത്തേക്ക് മുതൽക്കൂട്ടായി എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടും അതിശയോക്തിയില്ല, ആശങ്കയില്ല. അവർ അതിസജീവമായ രീതിയിൽ തന്നെ ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞാടി എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള MGR, ജയലളിത, ശിവാജി ഗണേശൻ എന്നിവരുൾപ്പെടെ ഉള്ള താരങ്ങളോടൊപ്പം തന്നെ അവർ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. തെലുങ്കിലാണെങ്കിൽ NTRനെ പോലെയുള്ള താരങ്ങളോടൊപ്പം തന്നെ അവർ നല്ല വേഷങ്ങൾ തിമിർത്താടി. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ വ്യത്യസ്ത മേഖലകളിലൊക്കെ തന്നെ സജീവമായി ഇടപെടുവാൻ അവർക്ക് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 1987 6 ഭാഷകളിൽ പുറത്തിറങ്ങിയ തസ്കര വീരനിലാണ് ആദ്യമായി ശ്രദ്ധേയമായൊരു വേഷം അവർ അവതരിപ്പിച്ചതെന്ന് പറയാം. വലിയ പ്രാധാന്യമുള്ളൊരു വേഷം അവർ അവതരിപ്പിക്കുകയുണ്ടായത് എന്ന് പറയാം. അത് 6 ഭാഷകളിലാണ് ആ ചലച്ചിത്രം. മലയാളത്തിലടക്കം 6 ഭാഷകളിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. അത് വലിയ രീതിയിൽ ശ്രദ്ധേയമായി. ആ വർഷം തന്നെ മലയാള സിനിമയായ കൂടപ്പുറപ്പിൽ അവർ അഭിനയിക്കുകയുണ്ടായി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്ര കാലഘട്ടമായിരുന്നു അത്. അന്ന് ഒട്ടേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ അവർക്ക് തിമിർത്താടുവാൻ കഴിഞ്ഞു. ആ ചിത്രങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചേട്ടത്തി, കുസൃതിക്കുട്ടൻ, കുഞ്ഞാലി മരയ്ക്കാൻ, തച്ചോളി ഉദയനൻ, യക്ഷി, കരിനിഴൽ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ തന്നെ വലിയ മികച്ച വേഷങ്ങൾ അവർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു. ഈ മേഖലകളിലൊക്കെയുള്ള അഭിനയത്തിൻ്റെ, പ്രത്യേകിച്ചും അവരുടെ അഭിനയത്തിൻ്റെ ശൈലി പറയുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ അഭിനയിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു പ്രധാന അവസ്ഥ അവരുടെ പ്രായത്തിൽ കൂടുതലുള്ള കഥാപാത്രങ്ങളാണ് പലപ്പോഴും അവർക്ക് അവതരിപ്പിക്കാൻ ലഭിക്കുകയുണ്ടായത്. അതിൽ യാതൊരു രീതിയിലുള്ള മടിയും സങ്കോചവും അവർ കാട്ടുകയുണ്ടായില്ല. അവർ തനിക്ക് ലഭിച്ച വേഷങ്ങൾ അത് അഭിനയിച്ച് തീർക്കുക എന്ന ശ്രദ്ധേയമായ ഒരു രീതിയിലേക്കാണ് അവർ മാറുകയുണ്ടായത്. അല്ലാതെ തനിക്ക് നായിക വേഷം വേണം എന്നൊരു വാശിയൊന്നും അവർ ആ കാലഘട്ടത്തിൽ ഒരിക്കലും അവർ പിടിക്കുകയുണ്ടായില്ല. പ്രത്യേകിച്ചും അവരെ പറ്റി പറയുകയാണെങ്കിൽ സെറ്റുകളിലെ ഒരു അമ്മയായിട്ടാണ് അവർ കാണുകയുണ്ടായത്. പ്രത്യേകിച്ചും മലയാള ചലച്ചിത്ര ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ചലച്ചിത്ര ഇൻഡസ്ട്രി എന്ന് പറയുന്ന മുഴുവൻ ആളുകളും സുകുമാരി സെറ്റിലുണ്ടെങ്കിൽ അത് അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ഒരു ആതിഥേയയുടെ റോളാണ് ലഭിക്കുക എന്ന് പറയുന്നത്. സെറ്റിലെത്തുന്ന അതിഥികളെയൊക്കെ തന്നെ അവർ വലിയ രീതിയിൽ സൽക്കരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു.
അപ്രകാരം ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. കുലീനമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവരോട് വളരെ സഹൃദയത്വത്തോട് പെരുമാറുവാനുള്ള കഴിവുണ്ടായിരുന്നു. അവിടെ സമ്പന്നനാര് അല്ലെങ്കിൽ കീർത്തിയുള്ളവനാര് എന്ന പരിഗണനയൊന്നും അവർ കാട്ടാറില്ല. അവരെ സംബന്ധിച്ച് എല്ലാവരും സമന്മാരായിരുന്നു. അവരോടൊക്കെ തന്നെ സ്നേഹവാത്സല്യങ്ങളോടെ തനിക്കൊരു അമ്മയുടെ റോളാണ് അവിടെ എടുക്കേണ്ടി വന്നെങ്കിൽ ഒരു അമ്മയുടെ റോള്, അല്ലെങ്കിൽ ഒരു സഹോദരി റോളാണെങ്കിൽ എടുക്കേണ്ടി വന്നെങ്കിൽ സഹോദരി റോള്, ആ രീതിയിലൊക്കെ തന്നെ നിറഞ്ഞാടുവാനും മറ്റുള്ളവരെ തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷവാന്മാരാക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുകയുണ്ടായത്. അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതവും ആ കലയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമായി ഒഴിച്ചിടുക എന്നൊരു കർത്തവ്യവും അവർ ചെയ്തിരുന്നു. അവരെ സംബന്ധിച്ച് ഒട്ടേറെ പുരസ്കാരങ്ങൾ ചലച്ചിത്ര രംഗത്ത് ലഭിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം അവർക്ക് ലഭിച്ചു. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം 2010 നമ്മ ഗ്രാമം എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിനാണ് അവർക്ക് ലഭിക്കുകയുണ്ടായത്. ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 1953 കൂടെവിടെ കാര്യം നിസ്സാരം എന്ന ചിത്രങ്ങൾക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി കേരളത്തിൽ നിന്ന്. 1985 മലയാളത്തിൽ തന്നെ വരപ്പെട്ടകെട്ടി ഗ്രാമത്തിൽ എന്ന ചലച്ചിത്രത്തിന് അവർക്ക് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. 1974 ഒന്നിലധികം ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവർക്ക് പുരസ്കാരം ലഭിക്കുകയുണ്ടായത്. 1979 അത് ആവർത്തിക്കപ്പെട്ടു. ഒന്നിലധികം ചിത്രങ്ങളിൽ അവർക്ക് മികച്ച പ്രകടനത്തിന് അവർക്ക് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത്രയേറെ മികച്ച ചിത്രങ്ങളിൽ അവർക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞു എന്നതും ആ ചിത്രങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കേരള ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരം അവർക്ക് ഒന്നിലേറെ തവണ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കലാ സെൽവം പുരസ്കാരം തമിഴ്നാട്ടിൽ നിന്ന്, മാമണി പുരസ്കാരം തമിഴ്നാട്ടിൽ നിന്ന്, അങ്ങനെ വ്യത്യസ്ത ഭാഷകളിലൂടെ വ്യത്യസ്ത പുരസ്കാരങ്ങൾ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിക്കേണ്ട 2500-ലധികം ചിത്രങ്ങൾ അവർ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അതിലൊട്ടും അതിശയോക്തിയില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, സിംഹള, ഫ്രഞ്ച്, ബംഗാളി, തുളു, ഇംഗ്ലീഷ്, കന്നഡ തുടങ്ങിയ ഭാഷകളിലൊക്കെ തന്നെ അവർ അഭിനയിച്ച് തൻ്റെ വേഷത്തെ പ്രതിഫലിപ്പിച്ചു എന്നതും കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഇന്ത്യൻ ഭാഷകളിലൊക്കെ അഭിനയിക്കുമ്പോൾ അവർ തന്നെയാണ് അവരുടെ വേഷത്തിനനുസൃതമായിട്ടുള്ള ശബ്ദം നൽകിയിരുന്നത്. അവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വെച്ചുകൊണ്ടുള്ള ഒരു 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 ശബ്ദ പകർച്ചയ്ക്ക് അവർ അവസരം നൽകുകയുണ്ടായില്ല. മറിച്ച് അവർ തന്നെ സ്വന്തം വേഷത്തിനനുസൃതമായിട്ടുള്ള സംഭാഷണങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്തിരുന്നു എന്നതും ശ്രദ്ധേയമായ സംഗതിയാണ്. അപ്പോൾ ചലച്ചിത്രത്തിൻ്റെ സർവ്വതലങ്ങളിലും ഒക്കെ തന്നെ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം മലയാളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ ചിത്രങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് ആ കാലഘട്ടത്തെ വളരെ ശ്രദ്ധേയമായിരുന്നു. അതാത് കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഓടരുതമ്മാവ് ആളറിയാം, ബോയ്, വന്ദനം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ ചിത്രങ്ങളൊക്കെ തന്നെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൊക്കെ അവർ നിറഞ്ഞാടിയിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രങ്ങളിൽ അവർ മികച്ച അഭിനയം കാഴ്ചവെക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ആ കാലഘട്ടത്തിൽ പ്രശസ്ത സംവിധായകരുടെയും അനിവാര്യമായിട്ടുള്ളൊരു ഒരു നടിയായിരുന്നു അവർ എന്ന കാര്യത്തിൽ സംശയമില്ല. 2003 അവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. പുരസ്കാരങ്ങളുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ അത് എണ്ണി തിട്ടപ്പെടുത്താനാവുന്ന പുരസ്കാരങ്ങളല്ല സുകുമാരിക്ക് ലഭിച്ചത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ്. പ്രശസ്ത മലയാളം, തമിഴ്, ഹിന്ദി ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ചിത്ര സംയോജകനും നിർമ്മാതാവുമായിരുന്ന എം ഭീംസിംഗ് ആയിരുന്നു അവരുടെ ഭർത്താവ്. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അവർ വിവാഹം നടക്കുന്നത്. ആ വിവാഹത്തിന് ശേഷം വളരെ സുകുമാരിയെ അദ്ദേഹം പൊന്നുപോലെ നോക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത്ര വളരെ സ്നേഹത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ദമ്പതികളായിരുന്നു അവരെന്ന് കൂടി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 1978 ജനുവരി 26 അവരുടെ ഭർത്താവ് ഭീംസിംഗ് മരിക്കുകയുണ്ടായി. ഒരു മകനാണ് അവർക്കുണ്ടായിരുന്നത്. അദ്ദേഹം നടനും ഡോക്ടറുമാണ്. സുരേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഏക മകനായിരുന്നു. മരുമകൾ ഉമ, അവരിൽ ഒരു പേരക്കുട്ടിയുണ്ട്. വിഘ്നേഷ് എന്നാണ് ആ പേരക്കുട്ടിയുടെ പേര്. ഇതാണ് അവരെ സംബന്ധിച്ചുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴിത്താരയായി നമ്മൾ കണക്കാക്കപ്പെടേണ്ട ഒരു സംഗതികൾ. അവരെ സംബന്ധിച്ച് പ്രധാനമായി പറയുമ്പോൾ ഈ
മരണം എന്ന് പറയുന്ന ഒരു സംഗതി ആർക്കും കടന്നു വരാവുന്ന ഒരു സംഗതിയാണ്. 2013 ഫെബ്രുവരി 27 ചെന്നൈയിലെ സ്വവസതിയിൽ വെച്ച് പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തുവാൻ ശ്രമിക്കുമ്പോൾ പടർന്നു പിടിച്ച തീയിൽ സുകുമാരിയുടെ കൈക്കും മുഖത്തുമൊക്കെ തന്നെ പൊള്ളലേൽക്കുകയുണ്ടായി. 40% പൊള്ളലാണ് അവർക്ക് ഏൽക്കുകയുണ്ടായത്. പക്ഷേ ഈ 40% പൊള്ളൽ പിന്നീട് അവർക്ക് ഭേദപ്പെടുകയുണ്ടായി. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൃക്ക പ്രവർത്തനേതുമായി ഡയാലിസിസ് അവർക്ക് വേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയുണ്ടായി. പിന്നീട് ഹൃദയാഘാതം മൂലമാണ് അവർ 2013 മാർച്ച് 26 അവർ മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ അവർ ഈ പറയുന്ന ഈ തീപ്പൊള്ളലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീടുണ്ടായ അതിനോട് ബന്ധപ്പെട്ടാണെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷെ അവരുടെ പ്രായവും അതിനോട് ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങളും എല്ലാം തന്നെ അവരെ ഒരു രോഗാവസ്ഥയിലാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടായിരിക്കാം വൃക്ക അവരെ സംബന്ധിച്ച് പണിമുടക്കുകയുണ്ടായത്. പിന്നീട് ഹൃദയസ്തംഭനം മൂലമാണ് അവർ മരണപ്പെടുകയുണ്ടായത്. അവരെ ഗ്ലോബൽ ആശുപത്രി, ചെന്നൈയിലെ ഗ്ലോബൽ ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിക്കുകയുണ്ടായത്. അപകടങ്ങളെ തരണം ചെയ്തിട്ടാണ് വീണ്ടും അവർ മരണത്തിന് പെടുന്നത്. അവരെ സംബന്ധിച്ച് പ്രമേഹവും അതുപോലെ തന്നെ രക്താതിസമ്മർദ്ദവും ഒക്കെ അവരെ വേട്ടയാടിയിരുന്നു. അതൊക്കെ തന്നെ മരണത്തിന് കാരണമായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പ്രത്യേകിച്ചും അവർ ഈ ആശുപത്രി കിടക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത അവരെ സന്ദർശിക്കുകയുണ്ടായി. തന്നെയുമല്ല ഈ ചികിത്സാ ചെലവ് മുഴുവൻ അവർ വഹിക്കും എന്നുള്ള തീരുമാനവും ഭരണകൂടം എടുക്കുകയുണ്ടായി. അവിടെ ജയലളിതയുടെ പ്രത്യേകമുള്ള കരുതൽ സുകുമാരിയോടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കാൻ ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് അഭിനയിച്ച അഭിനേത്രികളായിരുന്നു ജയലളിതയും അതുപോലെ തന്നെ സുകുമാരി. പക്ഷേ ആ സ്നേഹം, സുകുമാരിയോടുള്ള സ്നേഹം, പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം എത്രമാത്രം സ്നേഹം അവർ തമ്മിൽ നിലനിർത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതിലൊക്കെ ഒരുപാട് ആശങ്കകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഒക്കെ പുലർത്തുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇവിടെ കൃത്യമായ രീതിയിൽ സുകുമാരിയുടെ ആവശ്യം അറിയുകയും നേരിട്ട് സുകുമാരിയെ സന്ദർശിച്ചുകൊണ്ട് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. ആ വാഗ്ദാന പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു ജയലളിത. അത് വളരെയേറെ ജയലളിതയും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത സമൂഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു രീതിയായിരുന്നു. അത്രയേറെ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമാണ് അവർ നയിക്കുകയുണ്ടായത്. മറ്റുള്ളവരെയൊക്കെ തന്നെ സഹോദരനെ പോലെയും മകനെ പോലെയും ഒക്കെ കരുതുവാനുള്ള കാഴ്ചപ്പാട്, അവരാ ഒരു വലുപ്പം, മാനസികമായ വലുപ്പം അത് വളരെ ഏറെയായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. എല്ലാ ചികിത്സകളും നൽകിയിട്ടും അവസാനം അവർ മരണത്തിലേക്ക് പോവുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. 72 വയസ്സ് അല്ലെങ്കിൽ 73 വയസ്സ് ആ ഒരു കാലഘട്ടത്തിലാണ് അവർ മരണപ്പെടുകയുണ്ടായത്. ആ 72 വയസ്സിൽ നിറഞ്ഞാടി 60 വർഷത്തോളം ചലച്ചിത്രരംഗത്തിൽ നിറഞ്ഞാടി എന്ന് പറയുമ്പോൾ, 60ലധികം വർഷങ്ങൾ ചലച്ചിത്രരംഗത്തിൽ നിറഞ്ഞാടി എന്ന് പറയുമ്പോൾ അവർ അതിന് കൊടുത്തിട്ടുള്ള താല്പര്യം, അതിനോട് കൊടുത്തുള്ള ആ പാഷൻ എത്രമാത്രം ഗംഭീരമായിരുന്നു എന്നത് കൂടി നമ്മൾ കണക്കാക്കേണ്ട ഒരു സംഗതിയാണ്. കണക്കില്ലാത്തത്ര ചലച്ചിത്രങ്ങളിലാണ് അവർ അഭിനയിക്കുകയുണ്ടായത്. അവർ കണക്ക് വെച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. കണക്ക് വയ്ക്കുന്നത് ശരിയല്ല എന്നുകൂടി അവർ വിശ്വസിച്ചിരുന്നു. തനിക്ക് ഒരു ഘട്ടത്തിൽ അവർക്ക് ചലച്ചിത്ര രംഗത്ത് നിന്ന് വേണ്ടത്ര ചലച്ചിത്രങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അവർ ടെലിവിഷൻ രംഗത്തും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കും അവർ കരയേറിയത്. തനിക്ക് വിശ്രമിക്കുവാനുള്ള സമയമായി എന്ന തിരിച്ചറിവ് തനിക്കും സമൂഹത്തിനും ഉണ്ടായിട്ടും അപ്രകാരം വിശ്രമിച്ചാൽ താനില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ഓരോ നിമിഷവും കലയുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് പ്രവർത്തന നിരതയായി മാറുവാൻ അവർ കഴിഞ്ഞിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ചലച്ചിത്രമില്ലാത്ത സമയത്ത് നാടകങ്ങളിലും ടെലിവിഷനുകളിലും അഭിനയിക്കുന്നു. അതുപോലെ തന്നെ നൃത്തരംഗങ്ങളിൽ നൃത്തവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ ഇത് ഒഴിച്ചു വെച്ചുകൊണ്ടുള്ള, കലാരംഗം ഒഴിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു തനിക്കൊന്ന് റെസ്റ്റ് എടുക്കുവാനുള്ള, അല്ലെങ്കിൽ തനിക്കൊന്ന് ആ രീതിയിലേക്കുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരെ സംബന്ധിച്ച് അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ നിമിഷവും സമൂഹത്തിന് വേണ്ടി തന്നെ സംബന്ധിച്ച് തൻ്റെ പ്രവർത്തനം സമൂഹത്തിന് ഗുണകരമാകുന്നുവോ, അല്ലെങ്കിൽ അവരെ അത് ആഹ്ലാദിപ്പിക്കുന്നുവോ, അല്ലെങ്കിൽ അത് അവർക്ക് ഗുണപ്രദമാകുന്നുവോ എങ്കിൽ ആ ഓരോ നിമിഷവും താൻ ഈ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കും, തൻ്റെ കലയ്ക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് കൃത്യമായ തിരിച്ചറിവോടുകൂടി നിലപാടെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു സുകുമാരിയുടേത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ ജീവിതത്തെ കാണുന്നവർ വളരെ വിരളമാണ്. തനിക്ക് പല അസുഖങ്ങളുമുണ്ടെങ്കിലും ആ അസുഖത്തെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട്, അസുഖമല്ല പ്രധാനം, മറിച്ച് തനിക്ക് എന്ത് സമൂഹത്തിലേക്ക് ചെയ്യാൻ കഴിയും, തൻ്റെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് തനിക്ക് ചെയ്യാൻ കഴിയും എന്ന അത് മറ്റുള്ളവരെ കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു മാർഗ
നിർദ്ദേശം പകരുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുക എന്ന രീതിയിലേക്ക്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്ന രീതിയിലേക്കുള്ള ജീവിതമാണ് സുമാരി നയിക്കുകയുണ്ടായത്. അല്ലാതെ തന്നെ സംബന്ധിച്ച് തനിക്ക് വേണ്ടത്ര പ്രശസ്തിയായി, വേണ്ടത്ര കീർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്ന ഒരു പ്രവണത അവർ കാട്ടിയിരുന്നില്ല. അത് മറ്റുള്ളവർക്കൊക്കെ തന്നെ മാതൃകയാകേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും നമ്മൾ വിരമിക്കുക എന്നൊക്കെ പറയും. നമുക്ക് ആരോഗ്യമുള്ള സമയത്തും പലപ്പോഴും നമ്മൾ വിരമിക്കാൻ ശ്രമിക്കും. പക്ഷെ സുകുമാരി ഒരിക്കലും അങ്ങനെ വിരമിക്കലിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം, പ്രധാനപ്പെട്ട കാര്യം, അവരുടെ പാഷനായിരുന്നു. താൻ കർത്തവ്യം നേർന്നതല്ലെങ്കിൽ തന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, താൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ തന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് സമൂഹത്തിനോട് ഉറക്കെ ചോദിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അവരുടേത് എന്നത് കൂടി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഓർമ്മകളുടെ വെള്ളിത്തിര എന്ന് പറയുന്ന ഒരു പുസ്തകം ശ്രീ MS ദിലീപ് അത് കമ്പയർ ചെയ്തൊരു പുസ്തകമാണ്. സിനിമാ രംഗത്തെ ഓർമ്മകളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഓർമ്മകൾ രേഖപ്പെടുത്തിയൊരു പുസ്തകം അവരുടേതായിട്ടുണ്ട്. അതുപോലെ തന്നെ സുകുമാരി ഒരു ശ്രദ്ധാഞ്ജലി പരമ്പര, അപ്രകാരം ഒരു പുസ്തകം അവരുടേതായിട്ട് മറ്റൊരു പുസ്തകം വരികയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഗതിയാണ്. ഒരു കലാകാരി എങ്ങനെയാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായൊരു ദൃഷ്ടാന്തമായിരുന്നു സുകുമാരി എന്ന് നമുക്ക് പറയാൻ കഴിയും. കലയെ ഉപാസിച്ചുകൊണ്ട്, കലയെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട്, കലയ്ക്ക് ഒരു പുനർജീവനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമായിരുന്നു അവരുടേത്. അവരോടൊപ്പം ഓടിയെത്തുക അസാധ്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അവരെക്കുറിച്ച് സിനിമാ ലോകത്തുള്ള എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ ഈ വിഷയത്തിൽ നൽകിയ തീവ്രമായിട്ടുള്ള നിലപാടായിരുന്നു. ഒരു കലയോടുള്ള അവരുടെ ഉപാസനയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയവുമില്ല. കലയെ ആ തലത്തിൽ കാണുകയും കലയെ കൃത്യമായ അളവിൽ സമൂഹത്തിന് പകുത്തു നൽകുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അവരുടേത്. താൻ പഠിച്ച കലകളൊക്കെ തന്നെ ജനത്തിന് മുമ്പിലും അവതരിപ്പിക്കപ്പെടണമെന്നും അത് ജനം ആസ്വദിക്കണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു നിലപാട് തറ അവർക്കുണ്ടായിരുന്നു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നത് കൂടി യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അകാലത്തിലെ മരണം എന്ന് വേണമെങ്കിൽ അവരുടെ മരണത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്. അതിൻ്റെ കാരണം, വീണ്ടും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇനിയും നമുക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടുമായിരുന്നു, നമ്മെ അവർ രസിപ്പിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അനിവാര്യമായ ഒരു സംഭവം കൊണ്ട്, ആ അനിവാര്യമായ മരണം അനിവാര്യമായതുകൊണ്ട് തന്നെ ഒരു അപകടവും ആ അപകടത്തെ തുടർന്നുള്ള മരണവും സംഭവിക്കുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ അകാലത്തുള്ളൊരു മരണമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. പിന്നെ മരണം അനിവാര്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന കാര്യം സംശയമില്ല. ഇന്ന് വളരുന്ന താരങ്ങളൊക്കെ തന്നെ മാതൃകയാക്കേണ്ട ഒരു താരമായിരുന്നു സുകുമാരി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്കും അർപ്പണബോധം ആ മേഖലയോട്, കലാമേഖലയോട് കാട്ടുവാൻ അവർ പരമാവധി ശ്രദ്ധിച്ചിരുന്നു എന്ന് കൂടി അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇവരെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. ഒരു കല എന്ന് പറയുമ്പോൾ നമ്മൾ കലാരംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്രകാരമുള്ളവരെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, ഉപാസിക്കേണ്ടത്. അവരുടെ ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സുകുമാരി എന്ന് പറയുന്ന ആ കലാകാരി ഇന്നും പ്രസക്തയാവുന്നത്. പ്രശസ്തമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സുകുമാരി എന്ന് പറയുന്ന കലാകാരിക്ക് മുമ്പിൽ നമുക്ക് നമിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.